ബട്ടർ പുഡിങ്ങിന് ശേഷം അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റം ഇതാണ് ഇളനീർ പുഡിങ്. ഇതിപ്പോ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവൂല. ഞാൻ എടുത്തിട്ടുള്ള ഇളനീര് ആദ്യം തന്നെ നന്നായി തേച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊന്നും ഇല്ലടാ. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം നല്ല കാമ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കത് മതി. അപ്പൊ അത് കുറച്ച് പാലും പഞ്ചാരിട്ട് അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കേ. ഇനി മൊത്തം തീക്കളിയാണ്. ഇളനീരിന്റെ വെള്ളം വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് പഞ്ചസാരയും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണേ. ഇതൊരു പരന്ന പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അടുത്ത പരിപാടി പാല് ചൂടായി കഴിയുമ്പോൾ പഞ്ചസാരയും മിൽക്ക് മേഡും ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബാക്കി ചൈന ഗ്രാസ് കൂടി ചേർത്തിട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് മൊത്തത്തിൽ മെൽറ്റ് ആയ ശേഷം മാത്രം നമ്മൾ പൾപ്പ് ചേർക്കട്ടോ. എനിക്കങ്ങനെ അല്ലാതെ ചേർത്തോണ്ടുള്ള പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പത്തേനും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ഇളനീരിന്റെ വെള്ളം ഇതാ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതോടുകൂടി പരിപാടി കഴിഞ്ഞ് നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്യൂബ്സും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഇതാ ഇതുപോലെ കിട്ടും. എന്റെ പൊന്നോ, മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ.